ആ ഇർഫാൻ ഇക്ബാൽ നമ്മളെ പറ്റിച്ചു മക്കളെ. കാസർഗോഡ് ഒരു സംഭവം ഉണ്ടായി അല്ലെ, അതെ, തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു സംഭവം ഇന്നലെ എനിക്ക് ഏഷ്യാനെറ്റൊക്കെ അങ്ങ് ആഘോഷിക്കുകയായിരുന്നു. ഇതാണ് കേരള മോഡൽ എന്ന് പറഞ്ഞു. നാരായണേട്ടൻ സംബന്ധിച്ചിടത്തോളം സംഘത്തിന്റെ പ്രവർത്തകനാണ്, സ്വയംസേവനാണ്. അദ്ദേഹത്തിന്റെ ഭൗതിക ദേഹം ഏറ്റുവാങ്ങാൻ ആരുമില്ല. ഇതാണ് നെറേറ്റീവ്. എന്നിട്ട് ഏറ്റുവാങ്ങിയത് ആരാ? ഇർഫാന എന്നൊരു കൗൺസിലർ അല്ലെ, ജില്ലാ പഞ്ചായത്ത് അംഗം വന്ന് ഏറ്റുവാങ്ങുകയാണ്. എന്നിട്ട് ചിതിയൊക്കെ ഒരുക്കി നമ്മുടെ ഹൈന്ദവാചാര പ്രകാരം ആ ചിതിയൊക്കെ ഒരുക്കി കൊടുത്തു. ഒന്ന് ആലോചിച്ചു, ആ ഫോട്ടോയിൽ തൊട്ടടുത്തിരിക്കുന്ന രഘുവേട്ടൻ സേവാഭാരതിയുടെ ചുമതലയുള്ള ആൾ തൊട്ടടുത്തിരിപ്പുണ്ട്. സേവാഭാരതിയുടെ ആംബുലൻസിലാണ് ആ ഭൗതികദേഹം കൊണ്ടുവന്നത്. എന്നിട്ട് ഇങ്ങനെ ഒരു പച്ചക്കള്ളം പറഞ്ഞിട്ട് ഇതൊന്ന് ക്രോസ് ചെക്ക് പോലും ചെയ്യാതെ ഒന്ന് പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനകത്ത് കേട്ടാ സംഘത്തിന്റെ ആംബുലൻസിലാണ് കൊണ്ടുപോയത്, അല്ലാതെ ഇർഫാൻ ഇക്ബാലൊന്നും അല്ല. സംഘത്തിന്റെ ആംബുലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവാ? എന്നാ നോക്ക്, വൈഷ്ണവ ജനദോ തേരെ ഗല്ലിയെ വൈഷ്ണവ ജനദോ. എല്ലാ സേവാഭാരതിയുടെ ആംബുലൻസിന്റെ തൊട്ടു താഴെ, സേവാഭാരതിയുടെ തൊട്ടു താഴെ കാണും സഫാസ്. സേവാഭാരതിയുടെ ആംബുലൻസിലാണ് ആ ഭൗതികദേഹം കൊണ്ടുവന്നത്. അന്നാണ് നോക്ക്, സേവാഭാരതിയുടെ ആംബുലൻസിലൊക്കെ എങ്ങനെ കാണുക? സഫാസ് കണ്ട. പിന്നെ മറ്റു ആംബുലൻസുകളിൽ മറുവാസ്. സഫയും മറുവൊക്കെ ഈ സേവാഭാരതിയുടെ ആംബുലൻസിലാണ് ഉണ്ടാകുക. സേവാഭാരതിയുടെ ആംബുലൻസിലാണ് ആ ഭൗതികദേഹം കൊണ്ടുവന്നത്. എടാ മക്കളെടാ, 3 എണ്ണം കട്ടപ്പാരെടുത്തോണ്ട് കക്കാൻ പോടാ, ഇതിനെക്കാട്ടി നല്ലതാ. സുമേഷേ ഒന്ന് കറക്കി വിട്ടടാ. സുമേഷേ കറക്ക്, നന്നായിട്ട് കറക്ക്, നല്ല സ്പീഡിന് പോളൂ. ഫസ്റ്റ് സെക്കൻഡിൽ കറക്കടാ.